കോട്ടക്കലിലും പരിസര പ്രദേശങ്ങളിലും വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. പാലച്ചിറമാട് വളവിൽ 24 മണിക്കൂറിനിടെ 3 ലോറികളാണ് മറിഞ്ഞത്. ഇന്നലെ പുലർച്ചെ ഉള്ളി കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ട അതേ വളവിൽ തന്നെ ഇന്ന് പുലർച്ചെ മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള മറ്റൊരു ലോറിയും തുടർന്ന് വേറൊരു ലോറിയും നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട ഒരു ലോറി സമീപത്തെ വീട്ടിലേക്ക് പാഞ്ഞു കയറി. തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന ഈ വീട്ടുകാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വീടിന്റെ സൺഷെയ്ഡ് അടക്കം തകർന്നു. ലോറി മുന്നിലുണ്ടായിരുന്ന 2 പോസ്റ്റുകളിലും ഒരു തെങ്ങിലും ഇടിച്ചതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത്. പുതിയ ദേശീയപാതയിൽ നിന്ന് പെട്ടെന്ന് സർവീസ് റോഡിലേക്കും പിന്നീട് പഴയ ദേശീയപാതയിലേക്കും പ്രവേശിക്കുന്ന വളവാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. ഇറക്കവും വളവും ഒരുമിച്ചുള്ള ഈ ഭാഗത്ത് വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ അപകടങ്ങൾ നടന്ന തൊട്ടടുത്താണ് കഴിഞ്ഞ ദിവസം അപകടം നടന്ന മമ്മാലിപ്പടി. ഇവിടെ ട്രെയിലർ ലോറി നിയന്ത്രണം വിട്ട് 15ഓളം വാഹനങ്ങളിലാണ് ഇടിച്ചത്. ഈ ദാരുണ സംഭവത്തിൽ തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിനിയായ 1 വയസ്സുകാരിയും ആട്ടിരി പള്ളിപ്പുറം സ്വദേശിയായ ഒരാളും മരിക്കുകയും 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. പുതിയ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പഴയ ദേശീയപാത ഒരു വശത്തേക്ക് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഇത് അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഈ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സ്ഥലം MLA ജില്ലാ കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അധികൃതർ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിൽ ഇടപെട്ട് സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഈസ്റ്റ് ലൈവ്, കോട്ടക്കൽ.